വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഗുഡ് മോർണിംഗ്. സ്നേഹമുള്ള പത്രപ്രവർത്തകരെ, നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിൽ പുതുതായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന മെത്രാഭിഷേകം എന്ന പരിക്രമത്തിലൂടെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന സെൽവരാജൻ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിട്ടാണ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നെയ്യാറ്റിൻകര രൂപതയുടെ മുൻ വികാരി ജനറൽ മോൺസിഞ്ഞർ ജി ക്രിസ്താസാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ളത്. അച്ഛൻ നമ്മോട് സംസാരിക്കും. ആ വൈദികൻ നമ്മുടെ മീഡിയയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് സജിൻ തോമസ്. എൻ്റെ പേര് ജസ്റ്റിൻ, ഞാൻ മീഡിയ മിനിസ്ട്രി ഡയറക്ടറാണ്. അപ്പോൾ കാര്യങ്ങൾ വിവരിക്കുന്നതിനായിട്ട് മോൺസിഞ്ഞർ നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് പിന്തുടർച്ച അവകാശമുള്ള ഒരു സഹപുത്രാനായിട്ട് മോൺസിഞ്ഞോർ ഡോക്ടർ ഡി സെൽവരാജനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നിയോഗിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസം 8-ാം തീയതി ഇന്ത്യൻ സമയം 4 മണിക്ക് റോമിലും ഇവിടെയും എന്റെ പ്രഖ്യാപനം ഉണ്ടായി. 2025 മാർച്ച് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച 3:30 മണിക്ക് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അഭിഷേകം നടക്കുകയാണ്. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്. ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികൾ അതിൽ സംബന്ധിക്കുവാനായിട്ടിവിടെ വരുന്നുണ്ട്. വത്തിക്കാന്റെ അംബാസഡർ, ഇന്ത്യൻ അംബാസഡർ ആദരണീയനായ മോസ്റ്റ് റൈറ്റ് ഡോക്ടർ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ റിബെല്ലി, അദ്ദേഹം നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാകുന്നു അതേ ദിവസം. അത് പരിശുദ്ധനാവിന്റെ പ്രതീക്ഷയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ വത്തിക്കാന്റെ അംബാസഡറുമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതോടൊപ്പം CBC കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്തൽ ഗുലാബ്, അദ്ദേഹവും ഇവിടെ ഉണ്ടാകും. 30 ലക്ഷം ബിഷപ്പുമാര് കേരളം, ഇന്ത്യ, തമിഴ്നാട്, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളെല്ലാം അവരുടെ സന്നിഹിതരാകുന്നു. 300 ലക്ഷം വൈദികരുണ്ടാകും. അതോടൊപ്പം സന്യസ്തരായിട്ട് 500 ലക്ഷം പേരുണ്ടാകും. അന്മാരായിട്ട് 10,000 ലക്ഷം പേര് പങ്കെടുക്കുന്ന വലിയൊരു സംഭവമായിരിക്കും അത്. രാഷ്ട്രീയ നേതാക്കന്മാര്, സാംസ്കാരിക നേതാക്കന്മാര്, മത നേതാക്കന്മാര്, വിവിധ മതത്തിൽ നിന്നെല്ലാം, ഹൈന്ദവ, മുസ്ലിം, അതോടൊപ്പം ഇസ്ലാം മതത്തിൽ നിന്നെല്ലാം തന്നെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു സമ്മേളനമാണ് അന്ന് അവിടെ വെച്ച് നടക്കുക. അത് വലിയൊരു സംഭവമാക്കി മാറ്റുവാൻ എല്ലാവരുടെയും സാന്നിധ്യം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയ പ്രവർത്തകര് ഇവിടെ ത്യാഗത്തോട് തന്നെ അതിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ അഭിമാന സന്തോഷമുണ്ട്. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളത് കാരണം വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞു. 12 കമ്മിറ്റികൾ അതിന്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. കൃത്യമായി അടുക്കി ചുറ്റിയോടുകൂടെ അതെല്ലാം ക്രമീകരിച്ച് വരികയാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ചെറിയ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായും വരും. അത് ചെറിയ ആളുകൾ പങ്കെടുക്കുമ്പോൾ, ഏതെങ്കിലും മുനിസിപ്പൽ സ്റ്റേഷനിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടുകൾ വരും. നെയ്യാറ്റിൻകര ചെയർമാൻ രാജ്മോഹന്റെ നേതൃത്വത്തില് അദ്ദേഹം ജനറൽ ഇതായിട്ടുള്ള ഒരു മീറ്റിംഗ് DSP എല്ലാം ചേർന്ന് അവരുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ ഒരു സമുദായ ആൾക്കാർ ഒരുമിച്ച് ചേർത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വെച്ചു. അവർ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും അന്ന് വന്ന് ഈ മഹാസംഭവത്തെ വലിയൊരു സംഭവമാക്കി മാറ്റാനായിട്ട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നെയ്യാറ്റിൻകര രൂപത നിലവിൽ വന്നത് 96-ലാണ്. തിരുവനന്തപുരം രൂപത വിഭജിച്ച് നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര 3 താലൂക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നെയ്യാറ്റിൻകര രൂപത നിലവിൽ വന്നത്. അന്ന് 1996 ജൂൺ മാസം 14-ാം തീയതി പരിശുദ്ധപിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹമാണ് നെയ്യാറ്റിൻകര രൂപതയെ സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ 29 വർഷം ആയി. അപ്പൊ ഇത് വിൻസെന്റ് സാമുവൽ പിതാവാണ് രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 29 വർഷമായി അത് നയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 96
നവംബർ മാസം 1-ാം തീയതി അഭിഷിക്തനാകുകയും രൂപതയുടെ സാഹിത്യം ഏറ്റെടുക്കുകയും ചെയ്തു. വളർച്ചയിലേക്ക് നീങ്ങുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് വളർച്ചയുടെ പാതയിലൂടെ ഒരുമിച്ച് നീങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നേതൃത്വത്തിൽ സഹകരണത്തിന് പിന്തുണച്ച അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ പഴയാട് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹം തുടർന്ന് ഉടൻ തന്നെ ചാർജ് ഔപചാരികമായിട്ട് എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന രീതിയിലാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. അതിലൂടെ കൂടുതൽ ശക്തിയോടെ എല്ലാവർക്കും ഒരു സമഗ്ര വളർച്ചയ്ക്ക് സാധിക്കുന്ന തരത്തിൽ വളർച്ച ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ല. ആ മഹാസംഭവത്തിൽ നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ബിഷപ്പുമാര്, അതോടൊപ്പം വൈദികര്, സന്യസ്തര്, അന്മാര്, താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ജാതിമതത്തിന് എല്ലാവരെയും, അതോടൊപ്പം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും, നിങ്ങളെ മീഡിയ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.